ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെയിലി വ്ലോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. രാത്രി എങ്ങോട്ട് പോകാൻ ഒരുങ്ങിയെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നമ്മുടെ അമ്പലത്തിൽ നിന്ന് മാടനൂട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ദേണ്ട അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചോഴത്തിലെന്നാണ് അമ്പലത്തിന്റെ പേര്. അപ്പൊ നമ്മൾ വന്നപ്പോഴത്തേക്ക് മാടനൂട്ടൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു, ഇനിയും സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെളിയിൽ നിൽക്കുവാണേ. അങ്ങനെ നമുക്ക് അറിയാവുന്ന എന്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ കുറെ ആന്റിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരൊക്കെ ആയിട്ട് നമ്മൾ അകത്ത് കയറി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇവിടെ കളവെഴുത്തും പാട്ട്, മാടനൂട്ട്, മഞ്ഞ നീരാട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ പരിപാടി ഉള്ളത്. എല്ലാ വർഷവും ഞങ്ങൾ കാണാൻ പോകുന്നത് മിസ്സാക്കത്തില്ല ഒരു ദിവസം പോലും. അങ്ങനെ ഇവരൊക്കെയാണ് കേട്ടോ എന്റെ ഫ്രണ്ട്സ്. പിന്നെ അതേണ്ട അമ്മ, അനിയത്തി, അനിയന്മാര്, അങ്ങനെ നമ്മളെല്ലാരും കൂടെ ആണ് കേട്ടോ കാണാൻ വന്നത്. അനിയത്തിക്ക് പിന്നെ വീഡിയോയിൽ വരാൻ ഇന്ന് ചെറിയൊരു മടി. ഇവിടാണ് കേട്ടോ മാടനൂട്ട് നടക്കുന്ന സ്ഥലം. അവിടെയാണ് നമ്മുടെ മാടൻ തമ്പുരാൻ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ മൂടി വെച്ചേക്കും. ഇതിപ്പം കുറച്ച് അനുഗ്രഹമൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് അതിന് മുന്നേ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഓപ്പൺ ആക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നേരിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ ഇത് തുടങ്ങാനായപ്പോഴത്തേക്ക് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഇരിക്കുന്ന മൊത്തം ഫുഡ് ഐറ്റംസ് ആണ്. ചോറ്, പപ്പടം, പരിപ്പ് കറി, മുരിങ്ങയില കറി, അതേ കണക്കിന് എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് അതേ കണക്കിന് പിന്നെ കള്ള്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ മാടൻ തമ്പുരാന്റെ മുന്നിൽ വെച്ചേക്കുന്നത്. രണ്ട് മാടനായിട്ടാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. ഒന്ന് ചുടല് മാടനും പിന്നെ ഒന്ന് നോർമലും. എനിക്ക് ശരിക്കും പറഞ്ഞ പേര് അറിയില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ അവരുടെ കയ്യിൽ ആദ്യം ചാട്ടവാറൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് ഇങ്ങനെ അനുഗ്രഹം കയറുമ്പോഴത്തേക്കും ചാട്ടവാറ് കൊണ്ട് സ്വയമേ ദേഹത്തൊക്കെ ആയിരിക്കും. എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണ് കേട്ടോ ഇത്. കാരണം അവരടിക്കുന്ന വഴിക്ക് നമ്മുടെ ദേഹത്ത് വല്ലതും തട്ടിയാലോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ എനിക്ക് ഉള്ളില്. പിന്നെ ആ മാടന്തമ്പുരാന്റെ മുന്നിലായിട്ട് ഇത് കണക്കുന്ന തീപ്പന്തം, ഗദ, ശൂലം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവർ ഓരോന്ന് എടുത്തിട്ട് അനുഗ്രഹം കയറിക്കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കും കേട്ടോ. പിന്നെയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫുഡിന്റെ മുന്നിൽ പോയിരുന്ന അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കും. അതുപോലെ തന്നെ അവർ കഴിക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് എടുത്തിട്ട് അവർക്ക് ആരെയാണോ അപ്പോഴും മുന്നിൽ ഇഷ്ടപ്പെടുന്നത് അവരെ വിളിച്ചിട്ട് ഫുഡ് കൊടുക്കും കേട്ടോ. അവരുടെ കൈ ഇരിക്കുന്നത് അതിപ്പോ എന്ത് ഫുഡ് ആവട്ടെ അവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കും. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ഞാൻ ഇച്ചിരി സ്പീഡിൽ ഇട്ടേക്കുവാണ്. ഇത് കുറച്ച് ലെങ്ത്, ഇച്ചിരി കുറച്ച് സ്ലോ ആയിട്ടുള്ള പരിപാടി. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പൊ അവിടുന്ന് ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ അവർക്ക് ആരെയാണോ ഇഷ്ടം. ഇപ്രാവശ്യം എന്റെ അനിയനാണ് കേട്ടോ കിട്ടിയത്. എന്റെ കുഞ്ഞുമണിയൊക്കെ അടുത്ത് നിൽപ്പുണ്ട്. അവര് ഭയങ്കര പേടിയായിരുന്നു അതിനെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. അങ്ങനെ ഇപ്രാവശ്യം ഫുഡ് ഞങ്ങളുടെ അനിയന് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പതേ ഇനിയാണ് ശരിക്കുള്ള മെയിൻ പാർട്ട്. അതെന്താന്നല്ലേ, ഇനി അവിടെ വെച്ചിരുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് നമ്മൾ കാണാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വിതരണം ചെയ്ത് കൊടുക്കും കേട്ടോ എല്ലാവർക്കും. അപ്പതേ അതിനുള്ള ക്യൂ ആണ് ഇവിടെ നിൽക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ക്യൂ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തണ്ണിമത്തൻ, അതേ കണക്ക് തന്നെ പൈനാപ്പിള്, പിന്നെ കുറച്ച് ചോറ്, പപ്പടം അങ്ങനെ ഇട്ട് കുഴച്ചത്. അങ്ങനെ പിന്നെ അമ്മയ്ക്കൊക്കെ മുന്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രസാദം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പൊ ഇന്നത്തെ ഒരു ഡെയിലി വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അതേ കണക്ക് എന്നും ഡെയിലി വ്ലോഗ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ, സീ യു.